അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വാഴക്കുളത്ത് പ്രതിഷേധ ധർണ നടത്തി CPIM മഞ്ഞള്ളൂർ ലോക്കൽ കമ്മിറ്റി. DYFI ജില്ലാ പ്രസിഡന്റ് നിഖിൽ ബാബു ഉദ്ഘാടനം ചെയ്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് വാഴക്കുളത്ത് CPIM മഞ്ഞള്ളൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. DYFI ജില്ലാ പ്രസിഡന്റ് നിഖിൽ ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കോൺഗ്രസ് KPCCയുടെ നേതൃത്വത്തിൽ സിസ്റ്റർമാരുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്, സമരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതേ കോൺഗ്രസ്, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ തന്നെ ഛത്തീസ്ഗഡിലെ സംസ്ഥാന കമ്മിറ്റി എന്ത് നിലപാടാണ് ഈ സിസ്റ്റർമാരുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത് എന്നറിയാൻ വേണ്ടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആഗ്രഹമുണ്ട്. അവിടെ ഒരു ചെറിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ആ നാടിനകത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണല്ലോ കോൺഗ്രസ്. ഇപ്പോൾ BJP അധികാരത്തിൽ വന്നു, ശരി, പക്ഷെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്നുള്ളത് ഇപ്പോഴും കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഒരു സമരം സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറായോ? അവിടുത്തെ കോൺഗ്രസിലെ നേതാക്കന്മാർ പരസ്യമായിട്ടൊരു പ്രതികരണം നടത്താൻ വേണ്ടി തയ്യാറായോ? ഇവരുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബജറംഗ് ദളിന്റെ RSSന്റെ മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇടപെടലുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്താൻ വേണ്ടി തയ്യാറായില്ലല്ലോ. മഞ്ഞളൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MK മധു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു, KP രാമചന്ദ്രൻ, KV സുനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.